പൂഞ്ഞാറിനെ ഇളക്കിമറിച്ച് എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും പ്രകടനവും. എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഒട്ടനവധി സാധാരണ ജനങ്ങളാണ് പര്യടനം നടക്കുന്ന വിവിധ ഭാഗങ്ങളിൽ എത്തിയത്. പര്യടനം നടത്തുന്ന എല്ലാ സ്ഥലങ്ങൾക്കും സമാനമായി പൂഞ്ഞാറും അനിൽ കെ ആന്റണിയെ ആവേശോജ്വലമായി സ്വീകരിച്ചു. അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ മുതിർന്നവരുടെ വിജയാനുഗ്രഹവും അനിൽ കെ ആന്റണിക്ക്. മുതിർന്ന നേതാവ് പി സി ജോർജ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. പത്തനംതിട്ട പാർലമെന്റ് സീറ്റ് BJP സംബന്ധിച്ചും ഒരു ഉറച്ച സീറ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ LDF UDF NDA തമ്മിലാണ് മത്സരം. അതിൽ LDF സ്ഥാനാർത്ഥി ഈ നാടുമായിട്ട് ബന്ധമില്ല, മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ കടക്കിണിയിലാക്കിയ ആളാണ്, എല്ലാവർക്കും അറിയാം. പല സ്ഥലത്തും ആളുകൾ ഇങ്ങനെ കാണുമ്പോഴേ ഈ കട ആരടയ്ക്കുമെന്നാണ് ചോദിക്കുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത, മൂന്നാം പ്രാവശ്യം അയാൾ ജയിച്ചയാളാണ്, നാലാമത് നിൽക്കുക. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരവ് അയക്കില്ല. അത് തന്നെയല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില പഞ്ചായത്തിൽ കയറാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. എന്നാൽ വളരെ വിദ്യാസമ്പന്നനും പ്രത്യേകിച്ച് എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യുന്ന പ്രധാനമന്ത്രിയായിട്ടും കേന്ദ്ര BJP നേതൃത്വമായിട്ട് വളരെ അടുപ്പവും സ്നേഹമുള്ള അനിൽ ആന്റണിക്ക് വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെയാണ് ജനങ്ങളുടെയും എൻ്റെയും വിശ്വാസം. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ജനങ്ങളോട് സംബന്ധിച്ച് അനിൽ കെ ആന്റണി, ഈ വർഷം പ്രധാനമന്ത്രി 4 പ്രാവശ്യമാണ് കേരളത്തിൽ വന്നത്. കേന്ദ്ര നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ സംസ്ഥാനത്തെ കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ലക്ഷ്യം 370-ലധികം സീറ്റുകൾ BJPക്ക് ലഭിക്കുമ്പോൾ കേരളത്തിൽ നിന്നും നിരവധി സീറ്റുകൾ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പത്തനംതിട്ടയ്ക്ക് ഒരു സുവർണ അവസരവും ചരിത്ര അവസരമാണ് പാർട്ടി നേതൃത്വം നമുക്ക് തന്നിരിക്കുന്നത്. പൂഞ്ഞാർ കൊട്ടാരം SNDP NSS ഓഫീസുകൾ, മലയിഞ്ചിപ്പാറ സെന്റ് ജോസഫ് പള്ളി, ലിറ്റിൽ ഫ്ലവർ LB സ്കൂൾ, ക്ലാരിസ്റ്റ് കോൺവെന്റ് തുടങ്ങിയ സ്ഥലങ്ങളും പൂഞ്ഞാർ പര്യടന വേളയിൽ അനിൽ കെ ആന്റണി സന്ദർശിച്ചു. ജനം, പത്തനംതിട്ട.